ഹായ് ഫ്രണ്ട്സ്, ഇത് ശരിയാണോ? ഇത് നല്ലതാണോ? ഇത് കൊള്ളാമോ? ഇത് വലുതാണോ? ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതാണ് ഇന്നത്തെ. എങ്ങനെ ചോദ്യം ചോദിക്കാം? ഹൗ ടു ആസ്ക് ക്വസ്റ്റ്യൻ. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. അത് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ. പാർട്ട് 5 ആണ് കേട്ടോ. ഹൗ ടു ആസ്ക് ക്വസ്റ്റ്യൻ എൻ്റെ പഴയ 4 വീഡിയോയും കണ്ടിട്ട് കുറേ പേര് നല്ല കമൻറ്റ്സ് ഇട്ടു. ഒന്നുകൂടി വേണം, ഇതുപോലെ കുറേ വേണം. അതുകൊണ്ട് ഞാൻ എന്നോട് എത്രയും കഴിയോ അത്രയും ബിറ്റായിട്ട് കുറച്ചായിട്ട് ഓരോ ഡിവിഷനായിട്ട് ഓരോ വിധത്തിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത് കുറേ വീഡിയോ ആയിട്ട് ഇടാൻ പോവാണ്. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഒന്ന് പ്രസ് ചെയ്യണം. താങ്ക് യു. ഇത് ശരിയാണോ? അപ്പോൾ അതിൽ വേർഡില്ല, ക്വസ്റ്റ്യൻ വേർഡില്ല, ടാഗാണ്. ടാഗ്. അപ്പോൾ ഇത് ശരിയാണ്. ആൻസർ എങ്ങനെ ഇരിക്കും? ഇറ്റ് ഈസ് റൈറ്റ്, ഇറ്റ് ഈസ് കറക്റ്റ്, ഇറ്റ് ഈസ് റൈറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് കറക്റ്റ്. അത് സ്റ്റേറ്റ്മെൻറ്റ്, അത് ആൻസറാണ്. ഇപ്പോൾ അത് ശരിയാണോ ക്വസ്റ്റ്യനായിട്ട് എങ്ങനെ ചോദിക്കും? അപ്പോൾ ഇറ്റ് ഈസ് റൈറ്റ് എന്നുള്ളതിൻ്റെ ഈസ് എടുത്ത് മുമ്പിലോട്ട് ഇടണം. എടുത്ത് മുമ്പിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ടാഗായി മാറും. ക്വസ്റ്റ്യൻ ടാഗ്, ചോദിക്കുന്ന ഒരു ചോദ്യമാവും. ഈസ് ഇറ്റ് റൈറ്റ്, ഈസ് ഇറ്റ് കറക്റ്റ്, അത് ശരിയാണോ, അത് നേരാണോ എന്നുള്ള ചോദ്യമായിട്ട് മാറും. ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എടുത്ത് മുമ്പിലോട്ട് മാറ്റുമ്പോൾ, ഇറ്റ് ഈസ് റൈറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എടുത്ത് മുമ്പിലോട്ട് മാറ്റുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് മാറും. ഇതിൻ്റെ പേരാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഈസ് ഇറ്റ് റൈറ്റ്, അത് നല്ലതാണോ? ഈസ് ഇറ്റ് നൈസ് അല്ലെങ്കിൽ ഈസ് ഇറ്റ് ഗുഡ്, അത് വൃത്തിയാണോ? ഈസ് ഇറ്റ് ക്ലീൻ അല്ലെങ്കിൽ ഈസ് ഇറ്റ് നീറ്റ് എന്ന് ചോദിക്കാം. അത് തുറന്നിട്ടുണ്ടോ? ഈസ് ഇറ്റ് ഓപ്പൺ, അത് ശരിക്കും അടച്ചിട്ടുണ്ടോ? ഈസ് ഇറ്റ് ലോക്ക്ഡ് വെൽ, ഈസ് ഇറ്റ് ക്ലോസ്ഡ് വെൽ, പൂട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അടച്ചിട്ടുണ്ടോ? ഈസ് ഇറ്റ് ക്ലോസ്ഡ് വെൽ അല്ലെങ്കിൽ ഈസ് ഇറ്റ് ലോക്ക്ഡ് വെൽ. അത് മുറുകെയാണോ ഇരിക്കുന്നത്? ഈസ് ഇറ്റ് ടൈറ്റ്, അത് മുറുക്കമാണോ? ഈസ് ഇറ്റ് ടൈറ്റ്. അത് ചെയ്യാൻ എളുപ്പമാണോ? ഈസ് ഇറ്റ് ഈസി ടു ഡു, കഴിക്കാൻ രുചിയാണോ? ഈസ് ഇറ്റ് ടേസ്റ്റി ടു ഈറ്റ്, TASTY, ടേസ്റ്റി, രുചിയാണോ? ഈസ് ഇറ്റ് ടേസ്റ്റി ടു ഈറ്റ്. ഈസ് ഇറ്റ് ഹെവി ടു ക്യാരി, അത് ചുമക്കാൻ ഭാരമുള്ളതാണോ? ഈസ് ഇറ്റ് ഹെവി ടു ക്യാരി. വേദനയാണോ? ഈസ് ഇറ്റ് പെയിൻഫുൾ, അത് കയ്പാണോ? ഈസ് ഇറ്റ് ബിറ്റർ, BITTER, ബിറ്റർ, കയ്പ്. ഈസ് ഇറ്റ് ബിറ്റർ, അത് മധുരമാണോ? ഈസ് ഇറ്റ് സ്വീറ്റ്, അത് ഒത്തിരി മധുരമാണോ? ഈസ് ഇറ്റ് മോർ സ്വീറ്റ്. വെന്തോ? ഈസ് ഇറ്റ് കുക്ക്ഡ്, നന്നായി പൊതിഞ്ഞിട്ടുണ്ടോ? അത് നല്ലപോലെ പൊതിഞ്ഞിട്ടുണ്ടോ? ഈസ് ഇറ്റ് പാക്ക്ഡ് വെൽ. പ്രാർത്ഥന ഇതാണോ? നിൻ്റെ പ്രാർത്ഥന ഇത്. ഈസ് ഇറ്റ് യുവർ പ്രയർ, നിൻ്റെ ആഗ്രഹം ഇതാണോ അല്ലെങ്കിൽ നിൻ്റെ ലക്ഷ്യം ഇതാണോ? ഈസ് ഇറ്റ് യുവർ ആംബിഷൻ, AMBITION, ആംബിഷൻ, ലക്ഷ്യം, ആഗ്രഹം. നിൻ്റെ ആശ ഇതാണോ? ഈസ് ഇറ്റ് യുവർ ഡിസയർ അല്ലെങ്കിൽ വിഷ്, WISH, വിഷ് എന്ന് പറയാം. ഡിസയർ, DESIRE. ഈസ് ഇറ്റ് യുവർ ഡിസയർ അല്ലെങ്കിൽ ഈസ് ഇറ്റ് യുവർ വിഷ്, നിൻ്റെ ആശ ഇതാണോ? ബലമാണോ? ഈസ് ഇറ്റ് സ്ട്രോങ്, അത് ബലമുള്ളതാണോ? ഈസ് ഇറ്റ് സ്ട്രോങ്. അത് ബുദ്ധിമുട്ടാണോ? ഈസ് ഇറ്റ് ഡിഫിക്കൽട്ട്, അത് തീർച്ചയാണോ? അത് ഉറപ്പാണോ? എന്നുവെച്ചാൽ ഈസ് ഇറ്റ് ഷുവർ അല്ലെങ്കിൽ ഈസ് ഇറ്റ് ഡെഫിനിറ്റ്, DEFINIT, ഡെഫിനിറ്റ്, തീർച്ചയായും, ഉറപ്പായും. ഈസ് ഇറ്റ് ഷുവർ, ഈസ് ഇറ്റ് ഡെഫിനിറ്റ്. അത് ജയമാണോ? ഈസ് ഇറ്റ് സക്സസ്, അത് പരാജയമാണോ? ഈസ് ഇറ്റ് ഫെയിലിയർ, കിട്ടാനുണ്ടോ? ഈസ് ഇറ്റ് അവൈലബിൾ, ലാഭമാണോ? ഈസ് ഇറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഈസ് ഇറ്റ് ഗെയിൻ എന്നും പറയാം. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. ഇതുപോലെ കുറേ ഇംഗ്ലീഷിൽ മലയാളത്തിൽ എഴുതി വെച്ച് അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതങ്ങനെ പറഞ്ഞു നോക്കുക. ഈസ് ഇറ്റ് എന്ന് വാക്ക് ചേർത്ത് പറയുമ്പോൾ അങ്ങനെ കുറേ സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് എഫേർട്ട്, കുറച്ച് ട്രയൽ നിങ്ങളൊന്ന് ശ്രമിക്കണം. കുറച്ച് പ്രയാസം, ബുദ്ധിമുട്ടാണ്, എഫേർട്ട്. ആൻഡ് ദെൻ റിസൾട്ട് ഈസ് ഡെഫിനിറ്റ്. You will talk in English very soon. Next ഇതുപോലത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു വീഡിയോയോടെ വരാം. Bye from your James.